നല്ല ക്യൂട്ടായിട്ടുണ്ട്. സൂപ്പർ. കേൾക്കാൻ നല്ല രസമുണ്ട്. ചേട്ടൻ ഒന്നുകൂടെ പറ. നല്ല സൂപ്പർ ആയിട്ടുണ്ട്, ക്യൂട്ടായിട്ടുണ്ടെന്ന് നീ കാണാൻ. എനിക്ക് തോന്നി ഏട്ടാ ഞാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന്. പക്ഷേ ശിവേട്ടന് മാത്രം ഞാൻ ക്യൂട്ടായിട്ട് തോന്നുന്നില്ല. എന്താ? അവന് വല്ല സൗന്ദര്യബോധവും വല്ല ഉണ്ടാ. അവന് സുമേഷ് വിളിക്കണമല്ല മണ്ണ് മാന്തി. അതെ, എന്റെ ഭർത്താവിനെ ഞാൻ കുറ്റം പറയും, ചേട്ടൻ കുറ്റം പറയണ്ട. അതെനിക്ക് ഇഷ്ടമല്ല കേട്ടാ. അല്ല എന്തൊക്കെ പറഞ്ഞായിരുന്നാലും കണ്ണനെ നിന്നെ കഴിഞ്ഞിട്ട് പിന്നെ അവന് വേറെ ആരും ഉള്ളൂ, അത് ഉള്ളത് തന്നെ. ഏത് സോപ്പാ? ഏത് സോപ്പാന്ന് അങ്ങ് പതഞ്ഞു. സോപ്പൊന്നുമല്ല ഞാൻ. അങ്ങനെ പറയരുത്. കാര്യം പറ. പിന്നെ ഞാൻ ആശയെന്ന് വിളിക്കോ? ഞാൻ എന്തിനാ ആശനെ വിളിക്കുന്നേ? വിളിക്കേ. അതിപ്പോ അങ്ങോട്ടല്ലേ പോയത്, സൂപ്പർ മാർക്കറ്റിൽ. എന്നോട് പറഞ്ഞിട്ടൊക്കെയാ പോയത്. അല്ല, അവൾക്ക് തലവേദന എടുത്തിട്ടാണ് അവള് പോയത്. നീ വിളിച്ച് ചോദിച്ചാ തലവേദന കുറവുണ്ടാന്ന് വിളിച്ച് ചോദിച്ചാ? ഇല്ലല്ല, അത്ര വലിയ തലവേദന ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. തലവേദന എടുത്തിട്ടാണ് പോയത്. നീ ഒന്ന് വിളിച്ചു ചോദിക്കും. ആശ എന്റെ ഭാര്യയല്ല, ചേട്ടന്റെ ഭാര്യ. അപ്പൊ ചേട്ടൻ വിളിച്ചു ചോദിക്ക്. എടാ ഞാൻ അരമണിക്കൂർ ഇടവിട്ട് അവളെ വിളിച്ച് ഇപ്പൊ ഫോൺ എടുക്കണില്ല. നീ ഒന്ന് വിളിച്ച് ചോദി. അത് ഈ മരുന്ന് കൊടുക്കുന്നത് പോലെ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരുന്നിട്ടാണ്. നാത്തു അവിടെ ജോലിക്ക് പോയതാണോ ചേട്ടാ? ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാവോ? അതുകൊണ്ട് വിളിക്കുന്നില്ല. നാത്തുവിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇവിടെ അടുത്ത് തന്നെ. നീ ഫോൺ ഞാൻ വിളിക്കട്ടെ ഇങ്ങോട്ട്. നീ ഫോൺ താ, ഞാൻ വിളിക്കട്ടെ. എന്റെ ഫോൺ തരത്തില്ല. താടി ഇങ്ങോട്ട്, ഞാൻ വിളിക്കട്ടെ അവളെ. ഞാനും വിളിക്കത്തില്ല. ചേട്ടനും എന്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ അങ്ങനെ നാത്തുവിനെ വിളിച്ചാൽ നല്ല ചീത്ത കിട്ടും. നീ വെറുതെ നാത്തും പോരടിക്കല്ലേ. ഞാൻ നാത്തും പോരല്ലോ, ചേട്ടൻ പോരാണ് എടുത്തത്. ഒൺലി ഫോർ ചേട്ടൻ. ചേട്ടൻ അത്രയും കൺസേൺ ഉണ്ടെങ്കിൽ പോയി അന്വേഷിക്കുക ചേട്ടാ. ചുമ്മാ അല്ല നിന്നെ ശിവ ഇവിടെ വിട്ടിട്ട് പോയത്. ഞാൻ പറഞ്ഞു കേട്ടോ, വെറുതെ എന്റെ ശിവേട്ടനെ പറയരുതെന്ന്. നിങ്ങളുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ശിവേട്ടൻ പോയതോ. നമ്മുടെ എന്തോന്ന് കയ്യിരിപ്പ്? നിങ്ങളെല്ലാരും കൂടെ പാവം മണ്ണ് മാന്തി വിളിച്ച് അതിന്റെ മനസ്സ് നല്ല വിഷമിച്ചു പോയി. ഞാൻ എപ്പോഴും മണ്ണ് മാന്തിന്ന് വിളിച്ചു. ഞാൻ മണ്ണ് മാന്തി ഇപ്പൊ കുറച്ചു ചേട്ടൻ വിളിച്ച എന്റെ കയ്യിരിപ്പ് കൊണ്ട് അവൻ നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോയത്. കണ്ട ഞാൻ നേരത്തെ പറഞ്ഞു സോപ്പിടാൻ വേണ്ടിട്ട് വന്നു. ഫോൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിനക്ക് വയ്യല്ല. എന്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ പറ്റത്തില്ല, അത്ര തന്നെ പറഞ്ഞോളൂ. ചേട്ടൻ എന്നാ വിളിക്ക്. ഞാൻ വിളിച്ചപ്പോ എടുക്കാത്തോട്ടാലും നിന്റെ എന്തുകൊണ്ട് എടുക്കാത്തെന്ന് അപ്പൊ ഓർക്കാനുള്ള ബോധം ചേട്ടൻ. അത് തന്നെ പറഞ്ഞത് അവൻ നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോയത് ഇതുകൊണ്ടാണ്. എന്നാ അതുകൊണ്ടാണ് എന്നെ നിർത്തിയിട്ട് പോയതൊന്നുമല്ല. എന്നെ ശിവേട്ടൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, ഞാൻ പോകാത്തതോ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. കണ്ടില്ല. എടാ ഈ ബോൾ ഞാൻ കണ്ടില്ല, അടുത്ത ബോൾ നീയും കാണില്ല. അത് നമുക്ക് കാണാം. എടാ നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലായില്ല. അടുത്ത ബോൾ നീ കാണത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കാണാന്ന്. ഓ, സൈക്കോളജിക്കലായിട്ട് എന്നെ സപ്പോർട്ട് ആക്കാനുള്ള പരിപാടി. നീ എറി. ഒന്നും പറയണ്ട, അത് ഔട്ടാണ്. ബാറ്റ് കൊണ്ട് ചമ്പിക്കൊണ്ട വീണത്. എന്തോ നമ്മുടെ ബഹളം മക്കളെ. അത് കയറിപ്പോ, വീരത്ത് കളിക്കാതെ കയറിപ്പോ. നിന്റെ ചിറ്റപ്പന്റെ തലയ്ക്കകത്ത് ആള് താമസമില്ല, വിവരമില്ല. നീ അവന്റെ പുറകെ ബാലം കടിച്ചു നടന്നിട്ടേ ഇവിടെ നിന്റെ ജീവിതം കൂടെ ചീത്താക്കല്ലേ. അച്ഛൻ എന്താ വെച്ചാ പറയുന്നത്? അച്ഛനെ തലയ്ക്കകത്തുള്ളതല്ലേ എന്റെ തലയ്ക്കകത്തുള്ളത്. എടാ മണ്ടങ്കണപ്പി, എന്റെ തലയ്ക്കകത്ത് നിന്റെ തലയിലുള്ളത് പോലെ ചകിരിച്ചോറൊന്നും അല്ല. അപ്പൊ ചിറ്റപ്പന്റെ തലയിൽ ചകിരിച്ചോറാണെന്ന് പറയരുത്, ശൂന്യാണ് ഒന്നും. എടാ നീ കൂടുതൽ ഡയലോഗ് അടിക്കാൻ അടുത്ത് ബോൾ എറിയാൽ ഡയലോഗ് അവൻ മടലും വെട്ടി ബാറ്റ് കളിക്കാൻ തുടങ്ങി. എടാ നിനക്കൊരു നാണമില്ലടാ, ഇത്രയും തടി പോത്തോരോടന്നിട്ട് കൊച്ചു പിള്ളേരെ കൂടെ കിടന്ന് വഴക്കുണ്ടാക്കി കളിക്കാനായിട്ട്. എടാ ഒന്നും അല്ലെങ്കിൽ നിന്റെ പ്രായത്തുള്ളവരോട് പോയി കളിക്കടാ. അച്ഛാ എന്റെ പ്രായത്തിലുള്ള യൂറോപ്പിലും ദുബായിലല്ലേ? അങ്ങനെയാണ് ആമ്പിള്ളേര്. നിനക്ക് കയറി പൊയ്ക്കൂടെ യൂറോപ്പിലേക്ക്? യൂറോപ്പിൽ പോകാൻ പറ്റിയ തണുപ്പാണ്. എന്നാ പിന്നെ ദുബായി പോണം. ദുബായി പോയി ഭയങ്കര ചൂടാ, എനിക്ക് വീർക്കും. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് ഒരിടത്ത് പോയി പണിയെടുക്കാൻ വയ്യ. അച്ഛാ എന്റെ സാഹചര്യം മനസ്സിലാക്കച്ചാ, എന്റെ അവസ്ഥ ഇതാണ്. എടാ നീ എത്ര കാലം ഇങ്ങനെ അച്ഛനെയും ചേട്ടനെയും പറ്റിച്ച് ഓസടിച്ച് ഇവിടെ ജീവിക്കൂടാ? ഓസടിച്ച് ജീവിക്കുന്നു. അച്ഛാ ചേട്ടൻ മണിക്ക് പോകുമ്പോഴും അച്ഛൻ ഈ പറമ്പെല്ലാം കളക്കുമ്പോഴും ഈ വീടിന് 2 കണ്ടുകൊണ്ട് കാവലിരിക്കുന്നവരാ? ഈ സുമേഷാണ്. ഒരു കാവൽക്കാരൻ. എടാ കളഞ്ഞിട്ട് വല്ല പണിക്ക് പോകാൻ ചിറ്റപ്പം കൂടെ ഒന്നും പറയണ്ട, അപ്പവും പറഞ്ഞാണ് ശരി. ഇച്ചിരി സമാധാനം അവനെ കൊണ്ടത് പറയിപ്പിച്ചപ്പം ഇവനെ കൂടെ പറയാനുള്ള ഞാൻ ഇനി പണിക്കണോ? ആരെന്ത് പറഞ്ഞാലും നിനക്കൊരു മാറ്റമില്ല. എനിക്കൊരു മാറ്റമില്ല. അയ്യാടാ ഒരുത്ത നടക്കണ് കൊള്ളാടാ. കൊള്ളണ്ട.
ഇത്ര നല്ല ചിറ്റപ്പൻ ബാറ്റ് ചെയ്തില്ല, ഇനി ഞാൻ ബാറ്റ് ചെയ്യാം. നീ ബാറ്റ് ചെയ്യണ്ട, നീ ബോളും ചെയ്യണ്ട. ഇത് ഞാൻ കൊണ്ടുവന്ന സ്റ്റമ്പും മടലും ഒക്കെ നീ കളിക്കണ്ട, നീ പോ. പിന്നെ ഇത്ര നേരം ഞാൻ ചത്ത് ബോൾ എറിഞ്ഞെന്തിന്? ആ നിനക്ക് ഇഷ്ടം, നീ അറിയണം. നീ ജോലിക്ക് പോകണമെന്നില്ല. എന്റെ ബോൾ എന്തിയേ? ആ ബോളും